കർത്താവിൽ പ്രിയമുള്ളവരെ, സഭ വീണ്ടും ഒരു നോമ്പ് കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. നോമ്പ് കാലം നാം അറിയുന്ന പോലെ അനുതാപത്തിൻ്റെയും വിനയത്തിൻ്റെയും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സ്വയം സമർപ്പിക്കുന്നതിൻ്റെ ഒരു സമയമായി നാം മനസ്സിലാക്കേണ്ടതാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 16 മുതൽ വായിക്കുമ്പോൾ, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ, നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന് മുമ്പിൽ നീക്കിക്കളവീൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. ന്യായം അന്വേഷിപ്പീൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവീൻ. അനാഥന് ന്യായം നടത്തിക്കൊടുപ്പീൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. എന്നീ വാക്യങ്ങൾ നാം അവിടെ കാണുന്നു. നാം നമ്മെ മനസ്സിലാക്കുകയും നമ്മുടെ പ്രവർത്തികളെ മനസ്സിലാക്കുകയും ചെയ്യേണ്ട സമയമാണ് നോമ്പുകാലം. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 അറിവുകൾ അവനവനെ അറിയുകയും സൃഷ്ടിതാവിനെ അറിയുകയും ചെയ്യുക എന്നുള്ളതാണ്. നോമ്പുകാലത്തിൽ നാം നമ്മിലേക്ക് കടന്നു വരികയും നമ്മുടെ പ്രവർത്തികളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ ചിന്തകളെ ആത്മശോധന നടത്തുകയും ചെയ്യേണ്ട ഒരു സമയമാണ്. അങ്ങനെ ദൈവവുമായിട്ട് ഏറ്റവും അടുത്തൊരു ബന്ധം പുലർത്തുവാനും ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിപ്പാനും നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ട സമയമാണ് നോമ്പുകാലം. യെശയ്യാപ്രവാചകൻ പറയുന്നത്, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും, മറിച്ച് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരുമെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കുവാൻ ദൈവവചനവുമായിട്ടുള്ള ആഴമേറിയ ബന്ധം നമുക്ക് ആവശ്യമാണ്. നോമ്പുകാലങ്ങളിൽ വചനത്തിന് ആഴമേറിയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാനും ഒരു പുതിയ മനുഷ്യത്വം, പുതിയ സ്വഭാവം, പുതിയ വ്യക്തിത്വം നമ്മൾ ഉളവാകുവാനും നോമ്പുകാലം നമുക്ക് സഹായകമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മകളുടെ ഉറവിടമായ ദൈവമേ, സ്വർഗീയ പിതാവേ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന അങ്ങേ അറിയുവാനും ആത്മതപനത്തിൻ്റെയും അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും പാതയിലൂടെ ഈ നോമ്പ് കാലങ്ങളിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട്, ക്രിസ്തുയേശുവിലുള്ള ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാനും അനേകർക്ക് യേശു കർത്താവിനെ വ്യക്തമായി വെളിവാക്കി കൊടുക്കുവാനും ദൈവസ്നേഹത്തിൻ്റെ ആഴം അനേകർക്ക് വ്യക്തമാക്കി കൊടുക്കുവാനും ഈ കാലങ്ങൾ ഞങ്ങളെ സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പാത മനസ്സിലാക്കി അങ്ങയുടെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലവും പുത്രൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.